പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് സകാത്ത് നൽകാമോ? അതല്ല, അത് അന്യരായ ആളുകൾക്ക് മാത്രമാണോ കൊടുക്കാൻ പാടുള്ളത്? പലരും ചോദിക്കുന്ന ചോദ്യമാണ്. ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് ഏറ്റവും അടുത്ത കുടുംബങ്ങൾക്ക് സകാത്തിൽ നിന്ന് നൽകാം എന്ന് മാത്രമല്ല, അതിന് 2 പ്രതിഫലമുണ്ട്. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദ്റക്കിൽ സൽമാൻ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, ഇന്ന സദഖത അലൽ മിസ്കീനി സദഖ, ഒരു മിസ്കീനായ പാവപ്പെട്ട മനുഷ്യന് സദഖ നൽകുമ്പോൾ അതിന് സദഖയുടെ പ്രതിഫലമാണ് ലഭിക്കുന്നത്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ സദഖയുടെ പ്രതിഫലം എന്താണോ അതുണ്ടാകും. എന്നാൽ വ ഇന്നഹ അല ദിർ റഹിം, എന്നാൽ കുടുംബക്കാർക്കാണ് നാം സദഖ നൽകുന്നതെങ്കിൽ അതിൽ നിർബന്ധമായ സക്കാത്തും ഉൾപ്പെടും. ഇസ്നത്താൻ, അതിന് 2 നേട്ടമുണ്ട്. ഒന്ന് സദഖത്തുൻ, ഒന്ന് സദഖയുടെ പ്രതിഫലമുണ്ട്. രണ്ടാമത്തത് വസീലത്തുൻ, കുടുംബബന്ധം ചേർക്കുന്നതിൻ്റെ പ്രതിഫലവുമുണ്ട്. അപ്പോൾ കുടുംബക്കാർക്ക് സക്കാത്ത് നൽകുമ്പോൾ 2 കാര്യങ്ങളുണ്ടാകുന്നു. ഒന്ന് സദഖയുടെ പ്രതിഫലം, മറ്റൊന്ന് കുടുംബബന്ധം ചേർത്തതിൻ്റെ പ്രതിഫലം. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് നമുക്ക് സക്കാത്ത് നൽകാം. എന്നാൽ ഒരേ ഒരു കണ്ടീഷനിൽ ഒഴികെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ഇതിലെ വളരെ പ്രധാനപ്പെട്ട മർമ്മം. എന്താണ് ആ കണ്ടീഷൻ? നിങ്ങൾ ചെലവിന് നൽകാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ സക്കാത്തിൽ നിന്ന് നൽകാൻ പാടില്ലാത്തതാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ലാ തുഅതിഹ അഹദൻ മിൻ അഖാരിബിക് മിമ്മൻ തൽസമുക നഫഖതു, നിൻ്റെ കുടുംബത്തിലെ ഒരാൾക്കും തന്നെ നീ സക്കാത്ത് നൽകരുത്, അവർക്ക് ചെലവിന് കൊടുക്കൽ നിൻ്റെ മേൽ നിർബന്ധമാണെങ്കിൽ. ആരൊക്കെയാണത്? മാതാപിതാക്കൾക്ക് ചെലവിന് കൊടുക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ്. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൽ വാജിബാണ്. അതേപോലെ തന്നെ മക്കൾക്ക് ചെലവിന് കൊടുക്കൽ ബാധ്യതയാണ്. അതേപോലെ തന്നെ അധ്വാനിക്കാനോ മറ്റോ ശേഷിയില്ലാതെ നമ്മുടെ വീട്ടിൽ നമ്മുടെ സംരക്ഷണത്തിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾ, കൂടപ്പിറപ്പുകൾ, അത് സഹോദരികളാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും അവർ അധ്വാനിക്കാനൊന്നും പാകമായിട്ടില്ലെങ്കിൽ അവർക്ക് ചെലവിന് കൊടുക്കലും നമ്മുടെ മേൽ ബാധ്യതയാണ്. ഇങ്ങനെ നമ്മുടെ മേൽ ബാധ്യതയുള്ളവർക്ക് സക്കാത്തിൽ നിന്ന് കൊടുക്കാൻ പാടില്ല.